2019 തനിക്ക് നൽകിയത് ചെമ്പുപാളി എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം തെറ്റ്. ശബരിമല ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളിയിൽ 1999 തന്നെ സ്വർണം പൂശി. ദേവസ്വം രജിസ്റ്ററിലും മഹസറിലുമാണ് ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ രേഖകൾ മീഡിയ വൺ ലഭിച്ചു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും സ്വർണം പൂശാനാണ് ഇവ കൈമാറിയത്. അതിനിടെ ദേവസ്വം വിജിലൻസിന് വിജയ് മല്യയുടെ ഗ്രൂപ്പിനായി സ്വർണം പൂശിയ തൊഴിലാളിയുടെ നിർണായക മൊഴി ലഭിച്ചു. 800 ഗ്രാം സ്വർണം പൂശിയെന്നാണ് മൊഴി. സാജു വിശദാംശങ്ങളുമായി ചേരുന്നു. സാജു, അല്പസമയം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നു പറഞ്ഞത് 2019 തനിക്ക് പാളികൾ നൽകുമ്പോൾ അത് ചെമ്പായിരുന്നു, മസറിലും ചെമ്പായിരുന്നു, സ്വർണം അതിനകത്തുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തനിക്ക് ഉറപ്പില്ല എന്നാണ്. പക്ഷേ പത്മകുമാർ വന്ന് പറയുന്നു അങ്ങനെയല്ല, ഇത് അദ്ദേഹത്തിന് കൊടുക്കുന്ന സമയത്ത് ആകെ ഒരു 10 ഗ്രാമിൻ്റെയും കണ്ടോ കുറവ് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഈ രേഖകൾ അനുസരിച്ച് അതിൻ്റെ അവസ്ഥ അന്ന് എന്തായിരുന്നു? ഈ രണ്ടുപേരുടെയും വാദങ്ങളെ ഏതെല്ലാം രീതിയിലാണ് രേഖകളിലെ വിവരങ്ങൾ ഖണ്ഡിക്കുന്നത്? 2019 സൈഫുദ്ദീൻ തന്റെ കൈവശം തന്നുവിട്ടത് ചെമ്പുപാളിയാണ് എന്ന ഒരു നിലപാടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചു വരുന്നത്. ഇന്ന് അദ്ദേഹം വിശദമായി തന്നെ അത് സംസാരിക്കുകയും ചെയ്തിരുന്നു മാധ്യമങ്ങളോട്. പക്ഷേ ഹൈക്കോടതിയുടെ മുന്നിലുള്ള രേഖകൾ, ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ അടങ്ങിയ രേഖകൾ എന്നിവ പരിശോധിക്കുമ്പോൾ ഈ വാദം തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ശബരിമല ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി 1999 തന്നെ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്. 1999 മെയ് 4 പൊതിഞ്ഞിട്ടുണ്ട് എന്നാണ് മഹസർ അടക്കമുള്ള രേഖകളിൽ ഉള്ളത് എന്ന് ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. 1999 മാർച്ച് 27 ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ പൊതിയുന്ന നടപടികളിലേക്ക് പോയത്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് വീണ്ടും കൊടുത്തുവിടുന്നത് സ്വർണം പൂശാനാണ് എന്ന കാര്യം കൂടി ആ രേഖകളിൽ വളരെ കൃത്യമായി ഉണ്ട്. ആ ഹൈക്കോടതിയുടെ രേഖകൾ ഉണ്ട്. ഇത് ദേവസ്വം വിജിലൻസിന്റെ കൂടി സ്ഥിരീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നടത്തിയ കണ്ടെത്തലായിരുന്നു എന്നുള്ളതാണ്. അതായത് 2019 ഇത് ഇളക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത് ആ സ്പോൺസർ എന്ന നിലയിൽ അദ്ദേഹത്തിന് വീണ്ടും അതിനു മുകളിൽ സ്വർണം പൂശാൻ തന്നെയായിരുന്നു. അതായത് സ്വർണമില്ലാത്ത ചെമ്പുപാളിയാണ് തനിക്ക് ലഭിച്ചത് എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം ഈ രേഖകളുടെ, അതായത് ദേവസ്വം രജിസ്റ്ററിന്റെയും മഹസറുകളുടെയും അടിസ്ഥാനത്തിൽ നിലനിൽക്കില്ല എന്ന നിലയിലാണ് ഹൈക്കോടതി പോലും കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത്. മറ്റൊരു സുപ്രധാനമായ വിവരം നമുക്ക് ഉള്ളത് ഒരു മൊഴിയാണ്. അത് ഇന്നലെ ദേവസ്വം വിജിലൻസിന് ലഭിച്ചതാണ്. ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന നിർണായകമായ മൊഴിയാണ് ഈ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത്. അതായത് വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് ആയിരുന്നു 1999 കാണിക്ക എന്ന നിലയിലും മറ്റുമായി ഇത് സ്വർണം പൊതിഞ്ഞ് നൽകിയിരുന്നത്. അങ്ങനെ സ്വർണം പൊതിഞ്ഞതിൽ പങ്കാളിയായ ജീവനക്കാരൻ മാന്നാർ സ്വദേശിയായ മലയാളിയുടെ മൊഴിയാണ് ഇന്നലെ വിജിലൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപ്രകാരം 2 ശില്പങ്ങളിലായി, ദ്വാരപാലക ശില്പങ്ങളുടെ 2 ശില്പങ്ങളിലായി 800 ഗ്രാം സ്വർണം പൂശിയിരുന്നു എന്ന മൊഴിയാണ് ലഭിച്ചിരിക്കുന്നത്. അയാൾ ജോലി ചെയ്തിരുന്ന ചെന്നൈ JJN ജ്വല്ലറി ജീവനക്കാരാണ് അന്ന് ഇതിന്മേൽ ഈ സ്വർണം കവർ ചെയ്തത്, സ്വർണം പൊതിഞ്ഞിരുന്നത് എന്ന മൊഴിയാണ് നൽകിയിരിക്കുന്നത്. ഇത് വളരെ നിർണായകമായ മൊഴിയാണ്. അവിടെ ഇതെല്ലാം പൊതിഞ്ഞിരുന്നു എന്ന്, ദ്വാരപാലക ശില്പത്തിലെ സ്വർണത്തെ പാളികൾ പൊതിഞ്ഞിരുന്നു എന്ന് വിശദമാക്കപ്പെടുന്ന മൊഴികളാണ്.